നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 2 മലയാളികളെ സംബന്ധിച്ച് വലിയൊരു വേദനയുടേതാണ്. വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്കർ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് 2018 ഒക്ടോബർ 2 അപകടമുണ്ടായി ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് താരത്തിന്റെ വേർപാടുണ്ടാകുന്നത്. അപകടത്തിൽ ബാലഭാസ്കറിനൊപ്പം മകൾ തേജസ്വിനിയും മരിച്ചിരുന്നു. 6 വർഷം മുൻപുണ്ടായ താരത്തിന്റെ വിയോഗം ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ്. ബാലു എന്ന് വിളിച്ച് പലരും താരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു തുടങ്ങിയിരിക്കുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത വേദികൾ, രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രകടനങ്ങൾ, അങ്ങനെ ബാലഭാസ്കർ എന്നും മലയാളികൾക്കൊരു വിസ്മയം തന്നെയായിരുന്നു. 17ാമത്തെ വയസ്സിൽ മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ഇലക്ട്രിക് വയലിനുമായി ബാലഭാസ്കർ വേദിയിലെത്തിയപ്പോഴെല്ലാം മലയാളികൾ അമ്പരപ്പോടെ ആ മാന്ത്രിക സ്പർശം കേട്ടിരുന്നു. ഒട്ടും നിലച്ചിരിക്കാതെ മരണം ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിലെത്തി ആ സംഗീതത്തെ കവർന്നെടുത്തു. ഇന്നും ആ മരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. ഇതിനിടെ ബാലഭാസ്കറിന്റെ വിവാഹ കഥയും വൈറലാവുകയാണ്. അപകടത്തിന് ശേഷം താരത്തിന്റെ ഭാര്യ ലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണത്തിന് ഇടയായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തായിരുന്നു ലക്ഷ്മി എന്നാണ് ബാലു പറഞ്ഞിട്ടുള്ളത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് വീട്ടുകാരെ അറിയിക്കാതെ ഒളിച്ചോടി പോയിട്ടാണ് ബാലുവും ലക്ഷ്മിയും വിവാഹിതരാകുന്നത്. അന്ന് ലക്ഷ്മിയുടെ വീട്ടിൽ പെണ്ണാലോചിച്ച് പോയതിനു ശേഷം സംഭവിച്ചതിനെ കുറിച്ച് ബാലഭാസ്കർ പങ്കുവച്ച കാര്യങ്ങൾ വൈറലാകുകയാണ് ഇപ്പോൾ. ആ ആഴ്ചയിൽ അവളുടെ കല്യാണം നിശ്ചയിക്കാൻ പോവുകയാണ്. എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാൻ അവളോടൊന്നും പറഞ്ഞുമില്ല. ഞാനൊരു ട്യൂഷൻ സാറും കൂടി അവളുടെ വീട്ടിൽ പോയി. പെണ്ണ് ചോദിക്കാൻ പോകുകയാ. ബാലഭാസ്കർ എന്ന് പറഞ്ഞ ഏതോ ഒരു സിനിമാക്കാരൻ ഇവളുടെ പുറകെ നടപ്പുണ്ട് എന്നിങ്ങനെ അവർ കേട്ടിരുന്നു. താടിയൊക്കെ വളർത്തി ഏതോ വലിയൊരാൾ എന്നൊക്കെ ആയിരിക്കും അവർ പ്രതീക്ഷിച്ചത്. ഞാനന്ന് ഇതിനേക്കാളും വൃത്തികെട്ടൊരു കോലമാണ്. ട്യൂഷൻ സാറിൻ്റെ അടുത്താണ് ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നത്. വിജയമോഹനൻ സാർ എൻ്റെ കൂടെ വരാമെന്നും പറഞ്ഞു. ഞാനും സാറും കൂടെ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി സംസാരിച്ചു തുടങ്ങുന്നു. അവളുടെ അച്ഛനോട് സാറ് കാര്യങ്ങൾ സംസാരിച്ചു. കുറച്ചുനാൾ കാത്തിരിക്കാം, ജോലിയൊക്കെ ആയിട്ട് പതുക്കെ മതിയെന്ന് സാറ് പറഞ്ഞു. വേറെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, ഇതെങ്ങനെ നടത്തി കൊടുക്കാൻ പറ്റും എന്നൊക്കെയായിരുന്നു അവരുടെ പ്രതികരണം. എൻ്റെ അടുത്ത് ചോദിച്ചു ഇയാളുടെ പേരെന്താണെന്ന്. ഇത് തന്നെ ഒരു അവസരമാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് ബാലഭാസ്കർ എന്ന് പറയാൻ പെട്ടെന്നൊരു പേടി. ഞാൻ പറഞ്ഞു കൃഷ്ണകുമാർ എന്നാണ് പേര്. മലയാളത്തിലാണ് പഠിക്കുന്നത്. ഈ 2 ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സാണെന്നും പറഞ്ഞു. സമയം കഴിയുന്തോറും പേടിയായിരുന്നു. അവളുടെ അനിയൻ ആ കോളേജിലായിരുന്നു പഠിക്കുന്നത്. അവന് എന്നെ അറിയാം. അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രശ്നമാകുമോ എന്നായിരുന്നു പേടി. നടക്കില്ലെന്ന് ഏകദേശം മനസ്സിലായപ്പോൾ സാറിനോട് ഞാൻ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. പക്ഷേ സാറ് വീണ്ടും അവരെ നിർബന്ധിക്കുകയാണ്. അവസാനം എങ്ങനെയൊക്കെയോ സാറിനെ അവിടെ നിന്നും വലിച്ചിറക്കി കോളേജിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. അവിടെ എത്തി ലക്ഷ്മിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നീ ഇന്ന് തിരിച്ച് വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇനി കോളേജിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നിനക്ക് വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാം. എൻ്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കാം. എല്ലാവരെയും എതിർത്ത് തൻ്റെ ഇടം കാണിക്കാൻ വേണ്ടിയെടുത്ത ഒരു തീരുമാനമായിരുന്നില്ല അത്. എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രണ്ടായിരുന്നു ലക്ഷ്മി. തുടക്കത്തിൽ വിവാഹത്തിന് ലക്ഷ്മി തയ്യാറായിരുന്നില്ല. കാരണം എനിക്കും അവൾക്കും ജോലിയില്ല, ഡ്രസ്സില്ല, കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഞാൻ പട്ടിണി കിടത്തില്ല. ഒരുപക്ഷെ എല്ലാ കാമുകന്മാരും പറയുന്ന വാക്കായിരിക്കാം അത്. ഞാൻ ട്യൂഷൻ എടുത്തെങ്കിലും നമുക്ക് ജീവിക്കാം. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ വയലിൻ. ആ ഉറപ്പാണ് തങ്ങളുടെ വിവാഹത്തിലെത്തിയതെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ ബാലഭാസ്കർ പറഞ്ഞത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.